പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേശീയപാതകളൊക്കെ പലതും സീനാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടിഞ്ഞു വീഴുന്നതും താഴ്ന്നു പോകുന്നതും ഒക്കെ കാണുന്നതാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നതേ ഈ കോഴിക്കോട് അമ്പലപ്പടി ചെറുകുളം അടിപ്പാതയ്ക്ക് മുകളിലും ഒരു വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ വെങ്കളം രാമനാട്ടുകര ബൈപ്പാസ് റൂട്ടിലാണ് സംഭവം നടന്നത്. വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിന്റെ മധ്യഭാഗത്തു നിന്നും വെള്ളം അടിപ്പാതയിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് പെയ്ത മഴയിലാണ് അടിപ്പാതയിലേക്ക് വെള്ളം ചോർന്നിറങ്ങിയത്. ദിലീഷയുണ്ട് സംഭവ സ്ഥലത്തു നിന്നും വിവരങ്ങളുമായി. ദിലിഷ, ഗുരുതരമാണ് സാഹചര്യം, പറയാം. തീർച്ചയായിട്ടും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമാണ് സാഹചര്യം. നമ്മളിപ്പോൾ ഉള്ളത് രാമനാട്ടുകര വെങ്ങളം ബൈപ്പാസ് റൂട്ടിലുള്ള അമ്പലപ്പടി ചെറുകുളം ഈ അടിപ്പാതയ്ക്ക് സമീപമാണ്. ഇവിടെ തന്നെ നമുക്ക് നേരെ മുകളിലേക്ക് നോക്കിയാൽ മനസ്സിലാകും അതിൻ്റെ ആ ഗുരുതരാവസ്ഥ. ആ ദൃശ്യങ്ങളിൽ തന്നെ വളരെയധികം വ്യക്തമാണ്. കാരണം ഇത് ഏകദേശം ഒരു 20 മീറ്ററോളം നീളത്തിൽ ഇങ്ങനെ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്, ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, വെള്ളം നമുക്ക് ദൃശ്യങ്ങളിൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും ഈ അടിപ്പാതയ്ക്ക് മുകളിലൂടെ വെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. ഈ താഴെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും തലയിലേക്ക് വെള്ളം ഒഴുകുന്നുണ്ട്. ദൃശ്യങ്ങളിലൊക്കെ കണ്ട മനസ്സിലാവും വാഹനങ്ങൾ പോകുന്നൊരു റോഡാണ്, ദേശീയപാതയാണ്. ദേശീയപാതയ്ക്ക് മുകളിലൂടെയും ഈ അടിപ്പാതയിലൂടെയും നിരവധി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു വലിയ വിള്ളലുണ്ടായിരിക്കുന്നത്. ഇതിൽ നാട്ടുകാരുടെ ഒക്കെ ഒരു പരാതി എന്തെന്നാൽ നേരത്തെ തന്നെ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നോ ഇന്നലെ ഉണ്ടായിട്ടുള്ളൊരു വിള്ളലല്ല, നേരത്തെ തന്നെ ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. അത് അധികൃതരുടെ മുന്നിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുമുള്ളതാണ്. ആദ്യം തന്നെ നേരിയ തോതിലാണ് ഈ ഒരു വിള്ളൽ രൂപപ്പെട്ടത്. അപ്പോൾ തന്നെ ഇവരിത് ഫോട്ടോ എടുത്തിട്ട് കൃത്യമായിട്ട് പരാതി നൽകിയിട്ടുള്ളതാണ്. എന്നാൽ അതിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടു, വലിയ രീതിയിൽ അത് വിള്ളൽ ഉണ്ടായിട്ടുണ്ട്, വെള്ളം നല്ല രീതിയിൽ ഒലിച്ചിറങ്ങുന്നുണ്ട്. ഇന്നലെയൊക്കെ ശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഈ ദേശീയപാതയുടെ മുകളിലൂടെയുള്ള റോഡിൻ്റെ മുകളിലൂടെയുള്ള വെള്ളം താഴേക്ക് വീണ്ടും ഒലിച്ചിറങ്ങുകയാണ്. ഇന്നലെയൊക്കെ നല്ല രീതിയിൽ വെള്ളം വീഴുന്നുണ്ടായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് ഇന്നലെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏറെ നേരം ഇവിടെ ഡിവൈഡറെല്ലാം വെച്ച് അവർ വാഹനങ്ങളൊക്കെ ഗതാഗത നിയന്ത്രണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഇതുവഴി വാഹനങ്ങളൊന്നും കടന്നു പോകാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ രാവിലെയോടുകൂടി വീണ്ടും വാഹനങ്ങൾ മുകളിലൂടെയും താഴെയുടെയും വാഹനങ്ങൾ കൃത്യമായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇതിൽ വിശദമായിട്ടുള്ളൊരു പരിശോധന ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോൾ വാർഡ് കൺവീനർ, മൊകവൂർ വാർഡ് കൺവീനർ, അതുപോലെ തന്നെ നാട്ടിലെ കുറച്ച് നാട്ടുകാരൊക്കെ നമ്മുടെ കൂടെ ഇപ്പോൾ ചേരുന്നുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ് അല്ലേ? അതെ, അതീവ ഗുരുതരമായി തന്നെയാണ് ഈ പ്രശ്നത്തെ ഞങ്ങൾ കാണുന്നത്. കാരണം കഴിഞ്ഞ മഴക്കാലത്ത് ഇത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി അധികൃതരെ വിവരമറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലം അവർ സന്ദർശിക്കുകയും ആവശ്യമായ പരിശോധന നടത്തിയിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൽ പ്രശ്നമൊന്നുമില്ല, അത് മുകളിൽ റീച്ചിൻ്റെ പണി കഴിയുന്നതോട് കൂടിയിട്ട് ഈ ചോർച്ച അവസാനിക്കുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അത് ചോർച്ച, ഞങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണ് എന്ന് തെളിയിക്കുന്ന രൂപത്തിലേക്ക് ഈ മഴക്കാലത്ത് വലിയ ചോർച്ചയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ദേശീയപാത നിർമ്മാണം നടക്കുന്ന പല സ്ഥലങ്ങളിലും അപകടങ്ങൾ പതിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് അതീവ ഗൗരവത്തോടു കൂടി തന്നെ അധികൃതർ കാണണം എന്നാണ് ഇവിടുത്തെ CPIMൻ്റെ നിലപാട്. അതേപോലെ തന്നെയാണ് മൊകവൂരിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ വലിയ വെള്ളക്കെട്ടാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് വീണ്ടും മണ്ണിട്ട് തൂർക്കുന്ന സമീപനം ദേശീയപാത അധികൃതർ തന്നെ സ്വീകരിക്കുന്നുണ്ട്. ഒരുപാട് വീടുകൾ ഇപ്പോഴും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ഇത്തരം നിലപാടൊക്കെ സ്വീകരിക്കുന്ന ദേശീയപാത വികസന അതോറിറ്റി അധികൃതർ ഈ നിലപാട് തിരുത്തി ജനങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ നടത്തണമെന്നാണ് CPIMൻ്റെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായം. ചേട്ടാ, നേരത്തെ തന്നെ നിങ്ങൾ ഈ വിള്ളൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പരാതി നൽകിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ എന്താണ് അധികൃതരുടെ ഒരു അതോറിറ്റി അതേപോലെ തന്നെ കൗൺസിലർ അടക്കമുള്ള ആളുകളോട് ഈ കാര്യം വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അവരൊരു പരിശോധന നടത്തിയതിന് ശേഷം ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത് ഇത് ജോയിൻ്റ് ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു അറിയിപ്പാണ് ഞങ്ങൾക്ക് തന്നത്. പക്ഷേ ഈ അണ്ടർപാസിൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം ഒരു പകുതി ഘട്ടത്തിലെത്തിയ സമയത്താണ് കാസർഗോഡ് ഒരു ദേശീയപാത അതോറിറ്റി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാലം തകർന്നു വീഴുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിശദമായിട്ടുള്ള ഒരു പരിശോധന ഇവിടെ നടക്കുകയും അപ്പോൾ ഇത് ആ ഒരു കൃത്യമായിട്ടുള്ള മാനദണ്ഡം വെച്ചല്ല അത് നിർമ്മിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ അന്ന് ഈ പണി നിർത്തിവെക്കുകയാണ് ചെയ്തത്. നിർത്തിവെച്ചതിന് ശേഷം കുറേ കാലങ്ങളെടുത്താണ് ഈ പണി വീണ്ടും പുനരാരംഭിച്ചതിന് ശേഷം പറയുന്നത് പോലെ ഇത് എത്ര സംഭവങ്ങളായില്ലേ ഈ അടുത്തിടെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദേശീയപാതകൾ ഇടിഞ്ഞു വീഴുന്നു, അണ്ടർ പാസേജുകളിൽ വിള്ളലുകൾ ശക്തമാകും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാം. ഒരു കറക്റ്റ് ഒരു വര ഇങ്ങനെ ആ വിള്ളൽ സംഭവിച്ചിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് കാണാം. ഗുരുതരമാണ്. എന്ത് വിശ്വസിച്ച് നമ്മൾ റോഡിലൂടെയൊക്കെ വാഹനം ഓടിച്ച് പോകുമെന്നുള്ളതാണ്. എന്തൊക്കെ പേടിക്കണം, ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ എന്നുള്ളൊരു കാര്യമാണ്. ആരെയൊക്കെ പേടിക്കണം എന്നുള്ളത്. അപ്പോൾ അവിടെ ഇനി പരിശോധനകളൊക്കെ നടക്കേണ്ട സമയമാണ്.
ദിൽഷ തിലകരാണ് സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.